നമസ്കാരം. കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മുരളി മന്ദിരത്തിലെത്തിയ സുരേഷ് ഗോപി പത്മജ വേണുഗോപാലിനൊപ്പമാണ് കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയത്. ഭരണപരമായി മികവ് കാട്ടിയ നേതാവാണ് കെ കരുണാകരൻ. അതിനുശേഷം ഒ രാജഗോപാലിന് മാത്രമേ അത് കഴിഞ്ഞുള്ളൂ. ഈ രണ്ടുപേരുടെയും പാതയിലാകും തന്റെ പ്രവർത്തനമെന്ന സൂചനയും കേന്ദ്രമന്ത്രി നൽകി. സന്ദർശനത്തിന് രാഷ്ട്രീയ മാനമില്ല, വ്യക്തിബന്ധത്തിന്റെ പേരിലാണ് സന്ദർശനമെന്നും ശാരദ ടീച്ചറിന് മുന്നേ എനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടി അമ്മയെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. ഈശ്വരനാണ് എല്ലാ അനുഗ്രഹവും ചൊരിയുന്നത്. ലീഡറുടെ സഹധർമ്മിണിയെ അമ്മ എന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരെയും യാത്ര അയക്കാൻ എത്തിയിരുന്നു. അത് കഴിഞ്ഞ ശേഷം രാഷ്ട്രീയ ഭാഗമായ ശേഷം ഇപ്പോഴാണ് വരുന്നത്, സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവായാണ് കെ കരുണാകരനെ കാണുന്നതെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവായി കാണുന്നത് പോലെയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ധീരനായ ഭരണകർത്താവ് എന്ന നിലയ്ക്ക് കരുണാകരനോട് ആരാധനയുണ്ട്. അതിനാൽ കരുണാകരൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയോടും ഇഷ്ടമാണ്. രാജ്യം നൽകിയ പദവിയിൽ ഇരുന്ന് ഗുരുത്വം നിർവഹിക്കാനാണ് സ്മൃതി മണ്ഡപത്തിൽ എത്തിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഭാരതീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളെന്ന നിലയിൽ തന്റെ രാഷ്ട്രീയം വ്യക്തമാണ്. അത് ഉടയാൻ പാടില്ല. വ്യക്തിപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയം പാടില്ല. ശാരദ ടീച്ചർ എന്റെ അമ്മയാണെങ്കിൽ അതിനു മുൻപ് തനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടിയമ്മ. താൻ ഗുരുസ്ഥാനം കൽപ്പിച്ച് രണ്ട് മഹത് വ്യക്തികൾ തന്റെ രാഷ്ട്രീയ പാതയിൽ അല്ലായിരുന്നുവെന്ന പശ്ചാത്തലത്തിൽ തനിക്ക് ഗുരുത്വം കൈമോശം വരാൻ പാടില്ല. അത് ദൈവനിന്ദയാകും. അത് മുരളീധരനോ പത്മജയ്ക്കോ തടയാൻ സാധിക്കില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കരുണാകരന്റെ വീട്ടിലെ സന്ദർശനത്തിൽ രാഷ്ട്രീയം കാണരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എയിംസിലും സുരേഷ് ഗോപി പ്രതികരിച്ചു. തൃശൂരിൽ എയിംസ് വേണമെന്ന് താൻ പറഞ്ഞിട്ടില്ല. അർഹതപ്പെട്ട ഇടത്ത് അത് വരും. അത് വരണമെന്നതാണ് നിലപാടെന്നും വിശദീകരിച്ചു. മുമ്പും ആ സ്ഥലത്ത് എയിംസ് വേണമെന്ന ആവശ്യവുമായി മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ സ്ഥലപ്പേര് പറയുന്നില്ല. അത് പറഞ്ഞാൽ കേരളം ഒന്നാകെ തന്നെ പിന്തുണയ്ക്കുമെന്നും കൂട്ടിച്ചേർത്തു. കേരളയിൽ വ്യക്തമായി വേണ്ടെന്നാണ് തന്റെ നിലപാടെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.